ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മൾ കണ്ടു നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം ഈ വർഷത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മെനു പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ മെനു എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എഗ് ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി. ഇത് കുട്ടികൾക്ക് ഉള്ള പുതിയ മെനുവിലുള്ളതാണ്. ഒപ്പം തന്നെ മാസത്തിൽ 1-2 ദിവസം മൈക്രോ ഗ്രീൻസ് ഉൾപ്പെടുത്തും. അതുപോലെ ആഴ്ചയിലൊരിക്കൽ റാഗി, പിന്നെ കൊഴുക്കട്ട, ഇലയട, അവല്, പായസം, പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്തിട്ടുള്ള ചമ്മന്തി. ഇത് ഒരു എല്ലാവരും കണ്ടല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെനു ആണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, ഈ മെനു കണ്ടപ്പോൾ നമുക്കൂടെ ഒന്നുകൂടെ സ്കൂളിൽ പോയാൽ കൊള്ളാമെന്ന് തോന്നി അല്ലേ. അതുപോലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെനു ആണ്. അപ്പം ഈ മെനുവിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മെനുവിൽ ഓരോ കുട്ടിക്കും എത്ര രൂപ വെച്ചാണ് വക മാറ്റിയിരിക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരാൾക്ക് നൽകുന്ന വിഹിതം എന്ന് പറയുന്നത് 10 രൂപ 17 പൈസയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, LP തലത്തിൽ ഒരു കുട്ടിക്ക് 6 രൂപ 78 പൈസയും UP തലത്തിൽ ഒരു കുട്ടിക്ക് 10 രൂപ 17 പൈസയാണ് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന എമൗണ്ടിനകത്ത് ഒരു കുട്ടിക്ക് ഒരു ദിവസം ഈ പറയുന്ന ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പം ശിവൻകുട്ടി മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാധ്യത ആരേക്കണം എന്നുള്ളതും മന്ത്രി പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മുന്നോട്ട് പോകും. അല്ലാതെ ഇനി അധ്യാപകർ ഈ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാനും വേണ്ട. അതൊക്കെ വേണ്ടി വരുമെന്ന് പറയും. സ്കൂളിലെ HM എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, പരീക്ഷ നടത്തണം, ആഹാരം കൊടുക്കണം, അതൊക്കെ വേണ്ടി വരുമെന്ന്. അതിനുവേണ്ടിയില്ലേ ശമ്പളം എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മന്ത്രിയുടെ അഭിപ്രായം എല്ലാവരും കേട്ടല്ലോ. ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഓരോ കുട്ടിക്കും കുറച്ച് പൈസ LP തലത്തിലും UP തലത്തിലും ഗവൺമെൻറ് അനുവദിക്കും. ബാക്കിയുള്ള കാശ് വരുന്നത് അത് പ്രധാനാധ്യാപകൻ്റെ ചുമതലയാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അദ്ദേഹമാണ് അതിനുള്ള ചിലവ് കണ്ടെത്തേണ്ടത്, അതിനുള്ള സ്രോതസ് കണ്ടെത്തേണ്ടത് എന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അപ്പം പ്രധാനാധ്യാപകർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇതിനൊക്കെ തന്നെയല്ലേ ശമ്പളം കൊടുക്കുന്നതെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. അപ്പം ഈ അധ്യാപകരുടെ ഒന്നും വീട്ടിലാരുമില്ല, അവർക്കാർക്കും ഒന്നും കഴിക്കണ്ടേ? അപ്പോൾ അവർക്ക് ഇവർ ജോലി ചെയ്തുകൊണ്ട് പോകുന്ന കാശ് ഇവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ? ഇത് അവിടെ തന്നെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാനാണെങ്കിൽ ഇത് സർവീസൊന്നും അല്ലല്ലോ. അധ്യാപനമൊക്കെ സർവീസ് ആയിരുന്നു പണ്ടത്തെ കാലത്ത്. കാരണം അന്ന് അധ്യാപകരോട് അതിനനുസരിച്ചുള്ള ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും സർവീസായിട്ട് കണ്ടാൽ മതിയായിരുന്നു, ഒരു സേവനം എന്നുള്ള രീതിയിലൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഇന്നത്തെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ വില കയറ്റം എന്തുമാത്രമാണ്, ഓരോ സാധനത്തിന് എത്ര വിലയാണെന്ന് നമുക്കൊരു ദിവസം കഷ്ടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവണം എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതെല്ലാം ഈ പ്രധാന അധ്യാപകരുടെ തലയിൽ വെച്ച് കൊടുക്കാനായിട്ടാണോ? അപ്പോൾ ഈ ജയിലിലുമൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇദ്ദേഹം ചെയ്യുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ജയിൽ വാർഡൻ്റെയും ജയിലറുടെയൊക്കെ ശമ്പളം കൊണ്ടാണോ ഈ ജയിൽ പുള്ളികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നതെന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് കുഞ്ഞുങ്ങളുടെ ആഹാരത്തിനുള്ള വക കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.